എൻ്റെ പേര് സാന്ദ്ര ജോർജ്. ഞാൻ ഇടുക്കി ജില്ലയിൽ പീരുമേട് പഞ്ചായത്തിലെ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഒരു PSC ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഹോളിമാതയിൽ ജോയിൻ ചെയ്തത് 2023 ഏപ്രിലാണ്. എന്നോട് ഹോളിമാതയെ പറ്റി പറഞ്ഞത് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോള് രേഷ്മ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ചേച്ചി എന്നോട് പറഞ്ഞു, ഹോളിമാതയിൽ നീ ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ല ക്ലാസ്സസാണ്. ഷിൻഡോ സാർ, അവിടുത്തെ സാറ് ഒത്തിരി മോട്ടിവേറ്റിംഗ് ആണ്, നമ്മളെ പഠിക്കാനായിട്ട് ഇങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. ഓൺലൈനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതൊരു എക്സാമിൻ്റെ ഒരു പീക്ക് സീസണായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുമ്പം എനിക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് കോമ്പറ്റീഷൻ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 3 ക്ലാസ്സസാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത്. രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ട്, പിന്നെ റിവിഷൻ ക്ലാസ് ഉണ്ട് 7 മണിക്ക്, പിന്നെ രാത്രി നൈറ്റ് ഒരു നോട്ട് റീഡിങ് ക്ലാസ് പോലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മോർണിംഗ് ക്ലാസ്സിൽ 4 മണിയുടെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് രാവിലെ ഇത്ര നേരമൊക്കെ രാവിലെ എഴുന്നേറ്റിരുന്ന് എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ഒട്ടും പോരല്ലോ എന്നൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ഞാൻ ക്ലാസ്സിലൊക്കെ കയറുമായിരുന്നു. പിന്നെ വരുന്ന എക്സാമിനൊക്കെ അത്യാവശ്യം പഴയത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ എന്തായാലും ഓഫ്ലൈനായിട്ട് പോകണമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഓഫ്ലൈനായിട്ട് ചാലക്കുടിയിൽ ജോയിൻ ചെയ്തു. ചാലക്കുടിയിൽ ജോയിൻ ചെയ്തപ്പോൾ ക്ലാസ്സിൽ പോയപ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും ഓൺലൈൻ ആയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല. അപ്പോൾ അവിടെ ചെന്നപ്പം ഒത്തിരി പേര് കമ്പൈൻ സ്റ്റഡിയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അങ്ങനെ സാറ് പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. 2-3 വർഷമെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാമെങ്കിൽ നിങ്ങളിവിടെ ജോയിൻ ചെയ്താൽ മതി എന്നാണ് സാർ പറയാറ്. അപ്പം സാറ് ശരിക്കും നമ്മളൊരു അതിലൊരു പുറകോട്ട് പോയാലും സാറ് എല്ലാ വീക്കും വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻ്റായിട്ട് പോകാനായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സാറ് പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, പ്ലാനൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. ശരിക്കും സാറിൻ്റെ ഒരു പ്ലാൻ ഓരോ വീക്കിലും നമുക്ക് ഓരോ സബ്ജക്റ്റ് തരും. പിന്നെ ആ ഒരു മൺഡേ നമുക്ക് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ ഓരോ വെനസ്ഡേയിലും നമുക്ക് PYQ എക്സാം ഉണ്ടാവും. ആ PYQ നമ്മൾ കിട്ടാത്ത പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കണം, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനമായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റിവിഷൻ മെത്തേഡ് ഓരോ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ 3 ദിവസം, പിന്നെ ഓരോ മൺഡേ റിവിഷൻ, അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ റിവിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു റിവിഷൻ മെത്തേഡ് ശരിക്കും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് സാറ് പറയുന്ന ടാർഗറ്റൊന്നും ഒട്ടും തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പകുതി പോലും ഞാൻ എത്താത്ത സമയങ്ങളുണ്ട്. അപ്പം ഞാൻ പഠിക്കാൻ പറ്റുന്ന അത്രയും പോർഷൻ പഠിച്ചിട്ട് അടുത്ത വീക്ക് വരുമ്പോൾ അടുത്ത സബ്ജക്റ്റ് റിവൈസ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ഒരു നല്ല പോർഷൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ആ റിവിഷൻ മെത്തേഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പിന്നെ പറയാനാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശാന്തിനിവാസ് ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റാങ്കിലേക്ക് എത്താനായിട്ട്. ഞങ്ങൾ അവിടെ എല്ലാ ദിവസവും പഠിക്കുന്ന പോർഷൻസ് സ്വയമേ ഇരുന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുമായിരുന്നു ആ ഡൗട്ട്സൊക്കെ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ആ എക്സാമിൻ്റെ സമയത്ത് നമ്മളത് ഒരു ദിവസം പോലും മിസ്സാവാതെ ഞങ്ങൾ ചെയ്യാനത് ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പം ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുമിച്ചിരുന്നത് കൊണ്ട് തന്നെ അതും എന്നെ ഒത്തിരി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു എക്സാമുണ്ട്. ആ ഒരു എക്സാം എത്തുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ എല്ലാ എക്സാമും നമുക്ക് ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല. ഒരു എക്സാം എഴുതി ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറയും. അപ്പം അതോർത്ത് ഡൗൺ ആയിട്ടിരിക്കാതെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എക്സാം വരുമ്പോൾ നമുക്കതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഹോളിമാതയിൽ സാറ് പറയുന്നത് പോലെ കൃത്യമായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു റാങ്കിലേക്കും നല്ലൊരു പോസ്റ്റിലേക്കും എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.